പാശ്ചാത്യ ശക്തികളുടെ കോളനിവൽക്കരണത്തിനായുള്ള തേരോട്ടത്തിൽ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഏഷ്യയുടെ മധ്യപൂർവ്വ മേഖലകളിൽ ശക്തമായ രാഷ്ട്രീയ സാമ്പത്തിക കിടമത്സരങ്ങൾ നടന്നു. ആ കാലയളവിൽ ഇറാനിലെ സഫാവിദ് ഒട്ടോമൻ പ്രദേശങ്ങൾ ആക്രമിച്ചു കീഴടക്കി റഷ്യൻ സൈന്യം സാമ്രാജ്യത്വ വിപുലീകരണത്തിൽ മുന്നേറി. ഇതിൻ്റെ അവസാനത്തിൽ റഷ്യ ഇറാൻ രാജവംശമായ ഖജറുകളുമായി പ്രമാദമായ തുർക്ക്മെൻചായ് ഉടമ്പടിയിൽ ഏർപ്പെട്ടു. 1828 ഫെബ്രുവരി 10-നായിരുന്നു അത്. ഇത് പേർഷ്യൻ റഷ്യൻ യുദ്ധത്തിൻ്റെ അന്ത്യം കുറിച്ചെങ്കിലും ഇറാന്റെയും റഷ്യയുടെയും ഭൂമിശാസ്ത്രപരമായ ഭൂപടത്തിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കിയ ഒന്നായി. ഈ ഉടമ്പടിയോടെ പേർഷ്യയുടെ ഭൂമിശാസ്ത്രം വലിയ രീതിയിൽ ചുരുങ്ങി. ഇതിലൂടെ റഷ്യ തങ്ങളുടെ കിഴക്കൻ അതിർത്തി മേഖലകൾ വിപുലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ ആയ അർമേനിയ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കിമെനിസ്ഥാൻ, അസർബൈജാൻ എന്നിവ റഷ്യയുടെ അന്നത്തെ കടന്നുകയറ്റത്തിലൂടെ രൂപപ്പെട്ടവയായിരുന്നു. ഉടമ്പടിയിൽ 16 വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റഷ്യയും ഇറാനും തമ്മിലുള്ള സമാധാനം പ്രഖ്യാപിച്ചു. ഇനി മുതൽ എന്നേക്കും എല്ലാ റഷ്യൻ ചക്രവർത്തിമാരും പേർഷ്യൻ ഷായും അവരുടെ അവകാശികളും പിൻഗാമികളും അവരുടെ രാജ്യങ്ങളും പ്രജകളും തമ്മിലുള്ള സമാധാനവും സൗഹൃദവും സമ്പൂർണ്ണ ഉടമ്പടിയും നിലനിർത്തണം എന്നതായിരുന്നു അതിലെ സുപ്രധാന വകുപ്പ്. റഷ്യക്കും പേർഷ്യക്കും ഇടയിലുള്ള പുതിയ അതിർത്തി അരാക്സ് നദിയിലൂടെ സ്ഥാപിതമായി. റഷ്യക്ക് കിഴക്കൻ അർമേനിയ ലഭിച്ചു. അർമേനിയൻ മേഖലയ്ക്ക് പുറത്തേക്ക് അർമേനിയക്കാർ നീങ്ങുന്നത് തടയാൻ ഇറാൻ ഭരണകൂടം ബാധ്യസ്ഥരായി. ഇത് റഷ്യൻ സാമ്രാജ്യത്തിനുള്ളിൽ അർമേനിയൻ ജനതയുടെ ഏകീകരണത്തിന് വഴിവെച്ചു. ഉടമ്പടി പ്രകാരം ഇറാൻ അബ്ബാസ് അബാദ് കോട്ടയും തൊട്ടടുത്ത പ്രദേശവും റഷ്യക്ക് കൈമാറേണ്ടി വന്നു. കാസ്പിയൻ കടൽ മുഴുവൻ സഞ്ചരിക്കാനുള്ള പൂർണ്ണ അവകാശം റഷ്യക്ക് ലഭിച്ചു. ഇറാൻ 20 ദശലക്ഷം റൂബിൾ വെള്ളി റഷ്യക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു. പിന്നീട് ഇത് 10 ദശലക്ഷം റൂബിളായി കുറച്ചു. തുടർന്ന് രാജകുമാരൻ അബ്ബാസ് മിർസ ഷായെ ഇറാന്റെ അവകാശിയായി റഷ്യ അംഗീകരിച്ചു. ഉടമ്പടിയോടൊപ്പം പുതിയ വ്യാപാര നിയമത്തിൽ ഇരുകൂട്ടരും ഒപ്പുവെച്ചു. ഇതിലൂടെ റഷ്യൻ വ്യാപാരികൾ ഇറാന്റെ മുഴുവൻ പ്രദേശത്തും സ്വതന്ത്രമായി വ്യാപാരം നടത്താനുള്ള അവകാശം നേടിയെടുത്തു. തുർക്ക്മെൻചായ് ഉടമ്പടിയിലൂടെ റഷ്യൻ സാധനങ്ങളുടെ ഇറക്കുമതിക്കായി ഇറാൻ നൽകിയിരുന്ന തീരുവ 5% വരെയാക്കി. ഉടമ്പടി ട്രാൻസ്കാക്കോഷ്യയിൽ റഷ്യൻ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ഇറാനിലെ ഗ്രേറ്റ് ബ്രിട്ടൻ സ്ഥാനങ്ങൾ ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഇതേ കാലയളവിൽ ബ്രിട്ടൻ പേർഷ്യൻ ഗണ്യമായ സ്വാധീനം ചെലുത്താനുള്ള കളകളിലേർപ്പെട്ടിക്കൊണ്ടിരുന്നു. പ്രധാനമായും തങ്ങളുടെ അന്നത്തെ കോളനിയായിരുന്ന ഇന്ത്യയിലെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും വ്യാപാര ശൃംഖല വികസിപ്പിക്കാനുമുള്ള ആർത്തിയുമായിരുന്നു അതിന് കാരണം. മധ്യേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി റഷ്യയുമായുള്ള ഗ്രേറ്റ് ഗെയിമിൽ അവർ ഏർപ്പെട്ടു. അത് നേർക്കുനേരെ ആയിരുന്നില്ല. കാരണം റഷ്യ ഇറാൻ സഖ്യത്തെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് തീരുമാനങ്ങൾ എടുക്കുന്നവരിൽ മിക്കവരും ഇറാനിൽ ഒരു സൈനിക സാന്നിധ്യം സ്ഥാപിക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല. അതിനാൽ ഇറാനെ ഔദ്യോഗികമായി കോളനിവൽക്കരിക്കാൻ ഒരിക്കലും ബ്രിട്ടൻ മുതിർന്നില്ല. എന്നാൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി വിശാലമായ ഒരു കോൺസുലാർ ശൃംഖല സ്ഥാപിക്കുക, സാമ്പത്തിക താൽപ്പര്യങ്ങൾ നേടിയെടുക്കുക, ഖജർ കച്ചേരികളിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ ഫലകങ്ങൾ രൂപപ്പെടുത്തുക എന്നീ ഗെയിമുകളിൽ അവർ മുന്നേറി. ഖജറുകളുമായുള്ള മുൻകൂർ ഉടമ്പടി പ്രകാരം ഏതെങ്കിലും യൂറോപ്യൻ ശക്തികളുടെ അധിനിവേശ സമയത്ത് ഇറാനികളെ സഹായിക്കുമെന്ന് അവർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ റഷ്യൻ അധിനിവേശ വേളയിൽ ബ്രിട്ടീഷുകാർ ഈ ഉടമ്പടിയെ മാനിക്കാതെ വഞ്ചിച്ചു. പക്ഷേ തുർക്ക്മെൻചായ് ഉടമ്പടി പ്രകാരമുള്ള റഷ്യൻ നഷ്ടപരിഹാരം റഷ്യക്ക് നൽകുന്നതിനായി അവർ ഖജർ ഭരണാധികാരികൾക്ക് ധനസഹായം നൽകാമെന്ന ധാരണയിലെത്തി. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ഇന്ത്യയിലെ തങ്ങളുടെ കൊളോണിയൽ സ്വത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി
അങ്ങനെ ചെയ്യാൻ ബ്രിട്ടൻ നിർബന്ധിതരാവുകയായിരുന്നു. ഇറാനിൽ കൂടുതൽ വിപണികൾ വികസിപ്പിച്ചുകൊണ്ടേ ഇന്ത്യൻ കോളനികളെ നിലനിർത്താനാവുമായിരുന്നുള്ളൂ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്ന ആഫ്രിക്കയ്ക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ 40 വർഷത്തിനുള്ളിൽ ആഫ്രിക്കയിലെ 30 പുതിയ കോളനികൾ 4 യൂറോപ്യൻ ശക്തികൾ ചേർന്ന് സൃഷ്ടിച്ചിരുന്നു. ഈ അധിനിവേശ പ്രക്രിയകൾ മൂലം ബ്രിട്ടീഷ് സൈന്യം അതിൻ്റെ പരിമിതികളിലേക്ക് നീങ്ങുകയും സാമ്രാജ്യത്വ കോളനികളുടെ പരിരക്ഷണം സംബന്ധിച്ച നയചർച്ചകൾക്ക് നിർബന്ധിതരാവുകയും ചെയ്തു. സാമ്രാജ്യത്വം നിലനിർത്താൻ കഴിയുന്ന പ്രാഥമിക മാർഗങ്ങൾക്കായി വിപണികളുടെ വികസനത്തിൽ ബ്രിട്ടൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിപണിയുടെ മേലുള്ള നിയന്ത്രണം സാമ്രാജ്യത്വത്തിൻ്റെ പരിപാലനത്തിനുള്ള പ്രാഥമിക മാർഗമാക്കി കണക്കാക്കി. ഇതിനായി ഇറാനിലെ ബ്രിട്ടീഷുകാർ അവിടെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനു പകരം കച്ചവടത്തിനുള്ള വിപണികൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഖജറുകളുമായുള്ള സാമ്പത്തിക കരാറുകളിലൂടെ അതിന് വിത്തിട്ടു. ചില ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാദികൾ അതിനെ കമ്പോള ലിബറലിസം എന്ന് വിശേഷിപ്പിച്ചു. പേർഷ്യൻ മണ്ണിലെ ഗ്രേറ്റ് ബ്രിട്ടൻ തേരോട്ടം 1813 ഗുലിസ്ഥാൻ ഉടമ്പടിയോടെ റഷ്യയുമായുള്ള യുദ്ധത്തിനു വിരാമമായെങ്കിലും ഇറാനുമേൽ കണ്ണുവെച്ച് ഊഴം കാത്തിരുന്ന ബ്രിട്ടന്റെ കളികളുടെ തട്ടകമായി മാറുന്ന കാഴ്ചകൾക്കാണ് 19-ാം നൂറ്റാണ്ടിലെ മധ്യേഷ്യ തുടർന്നങ്ങോട്ട് സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ ഒരു ഘട്ടത്തിൽ ആംഗ്ലോ പേർഷ്യൻ യുദ്ധം നടന്നു. 1856-1857 യുണൈറ്റഡ് കിങ്ഡവും അന്ന് ഇറാൻ ഭരിച്ച ഖജർ രാജവംശവും തമ്മിലായിരുന്നു യുദ്ധം. ഇറാനിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് അഫ്ഗാനിസ്ഥാന് സമീപമുള്ള ഹെറാത്ത് നഗരത്തിന്മേൽ അവകാശം ഉന്നയിക്കാനുള്ള ഇറാന്റെ ശ്രമത്തെ ബ്രിട്ടീഷുകാർ എതിർത്തതിനെ തുടർന്നായിരുന്നു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഖജർ രാജവംശത്തിൻ്റെ കീഴിലുള്ള ഇറാന്റെ ഭാഗമായിരുന്നു അന്ന് ഹെറാത്ത്. പ്രാചീനകാലം മുതൽ അതിൻ്റെ ചരിത്രവും സംസ്കാരവും സമ്പന്നമായിരുന്നു. മധ്യകാലഘട്ടത്തിൽ വ്യാപാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി. എന്നാൽ വിമത അമീറിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഖജർ ഭരണാധിപത്യത്തിൽ നിന്നും പുറത്തുപോയ ഹെറാത്ത് ഇന്ത്യയിലെ കോളനി വാഴ്ചക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ സംരക്ഷണത്തിലായിരുന്നു. ഹെറാത്തിന്മേലുള്ള അവകാശവാദം ഉന്നയിക്കാൻ പേർഷ്യൻ സൈന്യം പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. അവരെ തുരത്താൻ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യം ബുഷഹറിൽ ഇറാനെയും ആക്രമിച്ചു. മേജർ ജനറൽ സർ ജെയിംസിൻ്റെ ഔട്ട്രോമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ബ്രിട്ടീഷ് ആക്രമണം വിജയിച്ചു. യുദ്ധത്തിൻ്റെ ഫലമായി ഇറാനികൾ ഹെറാത്തിൽ നിന്നും പിൻവാങ്ങുകയും നഗരത്തിന്മേലുള്ള അവകാശവാദങ്ങൾ ഉപേക്ഷിക്കുന്നതിനായി ഒരു പുതിയ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഉടമ്പടിയുടെ ഭാഗമായി തെക്കൻ ഇറാനിൽ നിന്നും ബ്രിട്ടനും പിൻവാങ്ങി. മധ്യേഷ്യയിലെ സ്വാധീനത്തിനായുള്ള ആംഗ്ലോ റഷ്യൻ മത്സരമായ ദ ഗ്രേറ്റ് ഗെയിം അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലേക്കുള്ള റഷ്യൻ അധിനിവേശം തടുക്കാൻ സൗഹൃദ ബന്ധമുള്ള ഒരു സ്വതന്ത്ര രാജ്യമായി അഫ്ഗാനിസ്ഥാൻ ഇടയിൽ തുടരുന്നതാണ് നല്ലതെന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു. എന്നാൽ ഇറാനെ റഷ്യ അനാവശ്യമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന ധാരണ കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇറാനിയൻ സ്വാധീനം വ്യാപിക്കുന്നതിനെ അവർ എതിർത്തു. അക്കാരണത്താലും ഹെറാത്തിന്മേലുള്ള ഇറാന്റെ അവകാശവാദത്തെ തടുക്കാൻ അവർ ഉത്സാഹിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാർ പ്രത്യേക സാഹചര്യങ്ങളിൽ അകപ്പെട്ടു. ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നതും മേഖലയിലെ സാമ്പത്തിക താൽപ്പര്യത്തിനായി സ്ഥിരത ഉറപ്പിക്കുക എന്നതും റഷ്യൻ സാധ്യതയുള്ള മുന്നേറ്റങ്ങളെ തടയാൻ തക്കവണ്ണം സർക്കാരും സൈന്യവും ശക്തമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതുമൊക്കെ അവരുടെ ബഹുമുഖ ലക്ഷ്യങ്ങളായിരുന്നു.